Today we are going to discuss Pablo Neruda's famous poem, Tonight I Can Write the Saddest Lines. പാബ്ലോ നെറൂദ ഒരു ചിലിയൻ പോയറ്റാണ്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയട്രി ഈവൻ വെൻ ഹി വാസ് ജസ്റ്റ് 10. ആൻഡ് അദ്ദേഹം ജനിക്കുന്നത് 1904 ഹി ഡൈഡ് ഇൻ 1973. At 12, his meeting with Gabriela Mistral turned out to be a great inspiration in his poetic career. അദ്ദേഹത്തിൻ്റെ 12-ാമത്തെ വയസ്സിൽ അദ്ദേഹം മീറ്റ് ചെയ്ത ഒരു ചിലിയൻ പോയറ്റാണ് ഗാബ്രിയേല മിസ്ട്രൽ. അവർ പിന്നീട് നോബൽ പ്രൈസൊക്കെ ലഭിച്ചിട്ടുണ്ട്. നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പോയറ്റായിരുന്നു ഗാബ്രിയേല മിസ്ട്രൽ. അപ്പോൾ അവരെ മീറ്റ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു വലിയ മാറ്റത്തിന് കാരണമായി. Neruda became famous after the publication of his collection 20 Love Poems and a Song of Despair. 1924 പബ്ലിഷ് ചെയ്ത ഇതിൻ്റെ ഒറിജിനൽ നെയിം ഇതല്ല. ഹി ആക്ച്വലി റോട്ട് ഇറ്റ് ഇൻ സ്പാനിഷ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ടൈറ്റിലാണ് 20 Love Poems and a Song of Despair എന്നുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഫേമസ് ആവുന്നത്. കളക്ഷൻ, ദ ലവ് പോംസ് ഇൻ ദിസ് കളക്ഷൻ ലുക്ക്ഡ് അറ്റ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലവ് ഫ്രം ആൻ അൺകൺവെൻഷണൽ ആംഗിൾ. പ്രണയത്തെ ഒരു വളരെ വ്യത്യസ്തമായ രൂപത്തിൽ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കാണുന്ന കവിതകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. നെറൂദയും നൊബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 1973 ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നത്. Tonight I Can Write the Saddest Lines was originally written in Spanish. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് W.S. Merwin. It was in 1969. ഈ ഒരു കവിത ഇറ്റ്സ് അബൌട്ട് മെമ്മറീസ് ഓഫ് ലോസ്റ്റ് ലവ് ആൻഡ് പെയിൻ ദേ ക്യാൻ കോസ്. നമ്മുടെ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകൾ, അതുപോലെ അതിൻ്റെ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു വേദനയെല്ലാം ആണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ത്രൂ ഔട്ട് ദ പോം ദ സ്പീക്കർ റിക്കാൾസ് ദ ഡീറ്റെയിൽസ് ഓഫ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് നൗ ബ്രോക്കൺ. അപ്പം അവരുടെ സ്പീക്കറുടെയും അവരുടെ ബിലവഡിൻ്റെയും റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചാണ്. അതിപ്പം ഇറ്റ് ഈസ് നൗ ബ്രോക്കൺ. അപ്പോൾ അത് ഇദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്, പഴയ കാലങ്ങളും അവരുടെ ഒരുമിച്ചിരുന്ന കാലഘട്ടമൊക്കെ. ഹീ ഈസ് റിമെമ്പറിങ് ആൻഡ് ഹീ ഈസ് റിക്കാളിങ് ഓൾ ദോസ് മെമ്മറീസ് ഇൻ ദിസ് പോം. ഓക്കെ, സോ നമുക്ക് നേരെ കവിതയിലേക്ക് കിടക്കാം. Tonight I can write the saddest lines. Write, for example, the night is shattered and the blue stars shiver in the distance. The night wind revolves in the sky and sings. Tonight I can write the saddest lines. I loved her, and sometimes she loved me too. So the speaker of this poem begins by saying that night or tonight he can write the saddest lines. He's going to write the saddest lines in his life. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു സാഡസ്റ്റ് ലൈൻ ഇന്ന് എഴുതുന്നത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ഫ്രം ദ ബിഗിനിങ് ഹി ഈസ് ആക്ച്വലി എ ബ്രോക്കൺ ലവർ. ഹി സേസ് ഐ ലവ്ഡ് ഹർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. സോ ഇദ്ദേഹം ഒരു സ്ത്രീയെ പ്രണയിച്ചിരുന്നു. ആൻഡ് അവൾ ചിലപ്പോൾ ഇങ്ങോട്ടും സംടൈംസ് ഷീ ലവ്ഡ് മീ ടു എന്നാണ് പറയുന്നത്. അപ്പം ചില സമയത്ത് അവൾ ഇങ്ങോട്ടും പ്രണയിച്ചു. ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരു റീഡേഴ്സ് ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. അവൾ യഥാർത്ഥത്തിൽ ഇയാളെ തിരിച്ച് പ്രണയിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വരും. ഐ ലവ്ഡ് ഹർ സംടൈംസ് ഓൺലി ഷീ ലവ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രണയിനി ഇപ്പോൾ ഇല്ല. സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഏറ്റവും സാഡസ്റ്റ് ലൈൻസ് എഴുതാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള വരി can lick. He says that he can write saddest lines. എന്നിട്ട് ഏതുപോലെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ദ നൈറ്റ് ഈസ് ഷാറ്റേർഡ്, ഈ ഒരു രാത്രിയാകെ ഷാറ്റേർഡ് ചിന്നിച്ചിതറി കിടക്കുന്നു. ആൻഡ് ദ ബ്ലൂ സ്റ്റാർ ഷിവർ ഇൻ ദ ഡിസ്റ്റൻസ്, ദ ബ്ലൂ സ്റ്റാർസ് ഷിവർ ഇൻ ദ, ഈ നക്ഷത്രങ്ങളൊക്കെ, നക്ഷത്രങ്ങൾ ആക്ച്വലി അദ്ദേഹം ബ്ലൂ എന്നുള്ള കളർ കൊണ്ട് പറയാനുള്ള കാരണം മേ ബി ദേ ആർ ഡിപ്രസ്ഡ്. ഓക്കെ, ദി സ്റ്റാർസ്. അപ്പോൾ നമ്മൾ ഹീ ഈസ് ഫീലിംഗ് ബ്ലൂ എന്നൊക്കെ പറയാറുണ്ട് ഒരാൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ. അപ്പോൾ അതുപോലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ സ്റ്റാർസിന് അദ്ദേഹം കൊടുക്കുന്നു. ഹീ ഈസ് ബ്രിങ്ങിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എൻ ഇമേജ്. ആൻഡ് ദ നൈറ്റ് വിൻഡ് റിവോൾവ്സ് ഇൻ ദ സ്കൈ ആൻഡ് സിങ്. ആൻഡ് ദർ ഇസ് എ
night wind, maybe the dark wind, it is revolves in the sky, and these winds are singing maybe of sadness, something sad, they are singing something sad. അപ്പം ഇതേ ഒരു ഇതൊക്കെ പറയുന്നത് ഈ ഈ ഒരു വരികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ സാഡ്നെസ് എത്രമാത്രമുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് സാഡ് ലൈൻസ് എഴുതാൻ കഴിയും ഇതുപോലുള്ള എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ദ നൈറ്റ് ഈസ് ഷാറ്റേർഡ്, ബ്ലൂ സ്റ്റാർ ഷിവർ ഇൻ ദ ഡിസ്റ്റൻസ്, ദ നൈറ്റ് വിൻഡ് റിവേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സിങ്, ഇതുപോലുള്ള സാഡ് ലൈൻസ് ഒക്കെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഷാറ്റേർഡ് നൈറ്റ് ആൻഡ് ഷിവറിങ് ബ്ലൂ സ്റ്റാർസ്, ഓൾ ദീസ് ഇൻഡിക്കേറ്റ്സ് ദ ഡെപ്ത് ഓഫ് ഹിസ് സാഡ്നെസ്, എത്രമാത്രം അദ്ദേഹം സാഡാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ വരികളിലൂടെ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. Anyway, in this first 4 or 5 lines, we can understand that he's going to write the saddest lines in his life. The reason is that he has lost his love. That's the thing that you have to understand from these lines. Through nights like this one, I held her in my arms. I kissed her again and again under the endless sky. She loved me. Sometimes I loved her too. How could one not have loved her great still eyes? Then the night. So he's writing this poem in a night. So the same kind of night, actually, he remembers when he was holding her in his arms. Through nights like this, when I held her in my arms, എൻ്റെ കൈകളിൽ അവളെ ഇങ്ങനെ എടുത്തിരുന്ന ആ ഒരു ഹോൾഡ് ചെയ്തിരുന്ന അതേ ഒരു രാത്രിയാണിത്. സോ all those memories come back again into his mind, actually. So then he remembers the moments when he kissed her again and again, and all these were under the endless sky. He says the sky is endless, maybe to indicate that his love was also similar. His love was also endless. അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ എൻഡ്ലെസ് സ്കൈ, ഈ അറ്റമില്ലാത്ത ആകാശത്തിൻ്റെ താഴെ വെച്ച് അവളെ ഞാൻ ചുംബിച്ചിരുന്നു. ഐ ഹാഡ് കിസ്ഡ് ഹർ. സോ അതെല്ലാം ഇതുപോലുള്ള ഒരു രാത്രിയാണ്, ഈ കവിത എഴുതുന്നത് പോലുള്ള ഒരു രാത്രിയിലാണ് സംഭവിച്ചത്. സോ ഹീ ഈസ് റീകോളിങ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ആൻഡ് ഷീ ലവ്ഡ് മീ. അപ്പം തൊട്ട് മുന്നത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. തൊട്ട് മുന്നിലെ വരിയിൽ അദ്ദേഹം പറഞ്ഞത് യു ക്യാൻ സീ ഹിയർ, ഐ ലവ്ഡ് ഹെർ എന്നാണ് പറയുന്നത്. ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു, ചിലപ്പോൾ അവൾ എന്നെയും പ്രണയിച്ചു എന്ന് പറയുന്നു. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഷീ ലവ്ഡ് മീ, അവൾ എന്നെ ശരിക്കും പ്രണയിച്ചു. സംടൈംസ് ഐ ലവ്ഡ് ഹെർ ടു, ചിലപ്പോൾ ഞാനും. അപ്പം നമ്മളൊരു കൺഫ്യൂസ്ഡ് ആയി പോവാണ്. ആക്ച്വലി ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ for this broken love? Who is responsible for the separation? രണ്ടുപേരും ഇന്നൊന്നല്ല. അതിൻ്റെ കാരണം തൊട്ട് മുന്നേ അദ്ദേഹം പറഞ്ഞു ഞാൻ അവളെ ശരിക്ക് പ്രണയിച്ചു, പക്ഷെ അവൾ സംടൈംസേ പ്രണയിച്ചിട്ടുള്ളൂ ഇങ്ങോട്ട് തിരിച്ച്. ഇവിടെ അദ്ദേഹം പറയുന്നു ഞാൻ അവളെന്നെ പ്രണയിച്ചിരുന്നു, സോ ഞാൻ അവളെ സംടൈംസ് ആണ് പ്രണയിച്ചതെന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡിനുള്ളിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് വി ക്യാൻ സീ ഇൻ ദീസ് ലൈൻസ്. ആൻഡ് ഈ അവിടെ ആരുടെ ഭാഗത്തെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പിരിഞ്ഞത് എങ്കിൽ ബോത്ത് ഓഫ് ദം ആർ ഈക്വലി റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് കൂടി നമുക്ക് ആ ഒരു സംഗതി കൂടി ഈ ഒരു ലൈനിൽ നിന്ന് കാണാൻ പറ്റും. ദെൻ ഹൗ കുഡ് വൺ നോട്ട് ഹാവ് ലവ്ഡ് ഹെർ ഗ്രേറ്റ് സ്റ്റിൽ ഐസ്, അവളുടെ ഈ ബ്യൂട്ടിഫുൾ ഐസ് ആർക്കാണ് പ്രണയിക്കാതിരിക്കാൻ കഴിയുക? എവ്രി വൺ വിൽ ലവ് ഹർ, നോ ഡൗട്ട്. Okay, I hope you understood this. Tonight I can write the saddest lines. Then the same line he's repeating. To think that I do not have her, to feel that I've lost her, to hear the immense night still more immense without her, and the verse falls to the soul like dew to the past. And അദ്ദേഹം സെയിം വരി റിപ്പീറ്റ് ചെയ്യുന്നു. Tonight I can write the saddest line. Then to think that I do not, why he is writing this poem, to think that I do not have her. He is thinking, or he is again remembering this fact that she is not with him.
അവളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സാഡസ്റ്റ് ലൈൻസ് എഴുതുന്നത്. അതുപോലെ ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹർ, ഹി വാണ്ടഡ് ടു ഫീൽ ദാറ്റ് ഷീ ഈസ് നോട്ട് വിത്ത് ഹിം നൗ. അത് അവൻ പ്രണയത്തിൻ്റെ ഈ ഒരു പെയിനകത്തും ഒരു കൈൻഡ് ഓഫ് ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടല്ലോ, യു നോ ദാറ്റ്. ഓക്കെ, ഈവൻ ദോ ഹീ ഈസ് സാഡ്, ഹീ ഈസ് ഫീലിംഗ് സം കൈൻഡ് ഓഫ് എ pleasure maybe when he thinks about her. So he wanted to feel that thing, to feel that I have lost her. അവളെ നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോഴും ഒരു സുഖം വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഹീ ഈസ് റൈറ്റിംഗ് ദി സാഡസ്റ്റ് ലൈൻസ്. Then to hear the immense night, still more immense without her. So he is hearing this immense night. You know, the night is immense. Immense meaning it actually greater or large എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. ദിസ് നൈറ്റ് ഈസ് ഇമ്മൻസ്, മേ ബി ദിസ് നൈറ്റ് ഈസ് ഹീ ഈസ് ഫീലിംഗ് ലൈക്ക് ഇറ്റ്സ് ലാർജ്, സോറി ഇറ്റ് ഈസ് ഡാർക്ക്, സോ ഡാർക്ക്. ദിസ് നൈറ്റ് ഈസ് ഗ്ലൂമി മേ ബി, ആൻഡ് സ്റ്റിൽ മോർ ഇമ്മൻസ് വിത്തൗട്ട് ഹെർ. എന്നാൽ അവളെ ഇല്ലാതെ ഈ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കത് കൂടുതൽ ഗ്ലൂമി ആയതുപോലെ തോന്നുകയാണ്. ദിസ് നൈറ്റ് സീംസ് ടു ബി എ വെരി സാഡ് നൈറ്റ് ഫോർ ഹിം, എസ്പെഷ്യലി ഷീ ഈസ് നോട്ട് വിത്ത് ഹിം. ദാറ്റ്സ് ദ റീസൺ why he feels this night is so immense. And the verse falls to the soul like dew to the pasture. And his poem, his verse, adinte varigal, that is falling to his paper. He's writing this poem now. Then the verse fall to the soul like dew to the pasture. അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് ഈ വരി ഇങ്ങനെ വരുന്നതാണ്, അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് ഓൾ ദീസ് ലൈൻസ് ആർ കമ്മിങ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഡ്യൂ ടു ദ പാസ്റ്റർ. അത് മഞ്ഞുതുള്ളികൾ പുൽമേടിലേക്ക്, പാസ്റ്റർ മീൻസ് പുൽമേടിലേക്ക് വീഴുന്ന പോലെ ആണ് വരുന്നത്. സോ അത് നമുക്ക് മനസ്സിലാക്കുന്ന ഹിസ് പോം ഇസ് കമ്മിങ് ക്വൈറ്റ് സ്പോണ്ടേനിയസ്ലി ഓർ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് കമ്മിങ് ടു ഹിസ് മൈൻഡ്. ഹീ ഈസ് നോട്ട് ടേക്കിംഗ് എനി any effort to write this poem. All this happening just spontaneously, very conscious. There is no conscious effort from his part. And he may be saying in these lines, poetry should always be like this. Maybe the good poem is always the product of deep emotions. If you have deep emotions, and you can write good poetry, good verse. Okay, and those kinds of poems will be coming. It's like സ്പോണ്ടേനിയസ്, ഓട്ടോമാറ്റിക്കലി നമുക്കത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരം കവിതയാണ് ബെസ്റ്റ് പോംസ് എന്നൊരു പക്ഷേ അദ്ദേഹത്തിലൂടെ പറയാതെ പറയുന്നുണ്ട്. Then what does it matter that my love could not keep her? The night is shattered and she's not with me. And he says that what does it matter that my love could not keep her? So എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രണയം അദ്ദേഹത്തിന് അവളെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. ഹി വാസ് നോട്ട് ഏബിൾ ടു കീപ്പ് ഹർ വിത്ത് ഹിം, വിത്ത് ഹിസ് ലവ്. അണ്ടർസ്റ്റാൻഡ്? അദ്ദേഹത്തിൻ്റെ പ്രണയം കൊണ്ട് അവളെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിർത്താൻ അദ്ദേഹത്തിന് പറ്റില്ല. ഇനി വേറുള്ള കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? ഓക്കെ. ആൻഡ് then he knows the night is shattered, the night is so gloomy, and she's not with me. Because she's not with me, that is the reason why he feels the night is so shattered. You understand? So this is all. In the distance someone is singing. In the distance my soul is not satisfied that it has lost her. He is hearing from distance that someone is singing. ആരോ ഇവിടെ നിന്നോ പാട്ട് പാടുന്നുണ്ട്. ഹീ ഈസ് ഫീലിംഗ് ദാറ്റ് സോങ്, ഹീ ഈസ് ഹിയറിങ് ദാറ്റ് സോങ്. ഇനി എന്ത് പാട്ട് കേട്ടിട്ട് കാര്യം? എന്താണ് പാട്ട്? ഒരു പാട്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഹർ. ഇപ്പം ആരോ എവിടെയോ പാട്ട് കേൾക്കുന്നു, ഇദ്ദേഹം ആരോ പാടുന്ന പാട്ട് കേൾക്കുന്നു അകലെ. അതൊന്നും ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സംഗതിയല്ല. Nothing can satisfy him because she is not with him. He has lost her. Okay. അപ്പോൾ അതുകൊണ്ട് മറ്റൊന്നിനെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഇപ്പോൾ സുഖിപ്പിക്കാൻ
കഴിയില്ല, മറ്റൊന്നിനും അദ്ദേഹത്തിനെ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മൈ സൈറ്റ് ട്രൈസ് ടു ഫൈൻഡ് ഹെർ ആസ് ദോ ടു ബ്രിങ് ഹെർ ക്ലോസർ. മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹെർ ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, ഹിസ് ഐസ് ആൻഡ് ഹിസ് ഹാർട്ട്, ദേ ആർ സീക്കിങ് ഹെർ. അവൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. ബട്ട് ഷീ ഈസ് നോവെയർ ടു ബി സീൻ. ഷീ ഈസ് നോട്ട് ദെയർ. ഷീ ഈസ് നോട്ട് വിത്ത് മീ. ഹി കനോട്ട് ഫൈൻഡ് ഹെർ. ഓക്കെ. Then the same night, whitening the same trees, we of that time are no longer the same. I no longer love her, that's certain. But how I loved her. My voice tried to find the wind to touch her hearing. Another's, she will be another's, like my kisses before. Her voice, bright body, her infinite eyes. Then the same night he thinks that അവൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതേ രാത്രി തന്നെയാണ് ഈ രാത്രിയും. He sees the night and the moonlight that is whitening the same trees. ഈ രാത്രിയിലുള്ള ചെറിയ മൂൺലൈറ്റ് തട്ടിയിട്ട് മരങ്ങളൊക്കെ വെള്ള കളറായി ആകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഒരുപക്ഷെ മഞ്ഞും കൂടെ ഉണ്ടാവാം. അപ്പം അതൊക്കെ അതുപോലെ തന്നെയാണ്. അവൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ളതുപോലെ തന്നെ. നേച്ചർ ഈസ് നോട്ട്, നേച്ചർ ഹാസ് നോട്ട് ചേഞ്ച്ഡ്. ബട്ട് വി ആർ നോ ലോങ്ങർ ദ സെയിം. പക്ഷേ നമ്മൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപോലെയല്ല ഇപ്പോൾ. ഞങ്ങളിപ്പോൾ രണ്ടായി മാറിയിട്ടുണ്ട്. അവർ പിരിഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് നോട്ട് വിത്ത് ഹിം. പക്ഷേ പ്രകൃതിയല്ല അതുപോലെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അദ്ദേഹം വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഐ നോ ലോങ്ങർ ലവ് ഹെർ. ഞാനിപ്പോൾ അവളെ പ്രണയിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഐ നോ ലോങ്ങർ ലവ് ഹെർ, ദാറ്റ് ഈസ് സെർട്ടൈൻ, അത് ഉറപ്പാണ്. ബട്ട് ഐ ലവ്ഡ് ഹെർ. ഇവിടെ ചില ട്രാൻസ്ലേഷനിൽ മേ ബി ഐ ലവ്ഡ് ഹെർ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഐ ലവ്ഡ് ഹെർ എന്നുള്ളതിന് പകരം ബട്ട് മേ ബി ഐ ലവ്ഡ് ഹെർ എന്നും ഉള്ള ട്രാൻസ്ലേഷനുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഒരു കോൺട്രാഡിക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ. അവൻ അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തുള്ള ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്, ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം ഞാനിപ്പോൾ അവളെ പ്രണയിക്കുന്നില്ല എന്ന് പറയുന്നു, അതേ വരിയിൽ തന്നെ പറയുന്നു പക്ഷേ ഞാൻ അവളെ പ്രണയിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിവിടെ ഈ വരി നോക്കുകയാണെങ്കിൽ ലവ്ഡ് എന്ന് നോക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഐ ലവ്ഡ്, ഞാൻ അവളെ പ്രണയിച്ചിരുന്നു, ഇപ്പോൾ അവളെ പ്രണയിച്ചില്ല എന്ന് പറയുന്നു, അത് കുഴപ്പമില്ല. പക്ഷെ ചില ട്രാൻസ്ലേഷനിൽ മേ ബി ഐ ലവ് ഹെർ എന്നുള്ള രൂപത്തിലാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ട്. ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. ഓക്കെ. ഐ നോ ലോങ്ങർ ലവ് ഹെർ എന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നു ചിലപ്പോൾ മേ ബി ഐ ലവ് ഹെർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ അതൊരു കോൺട്രാഡിക്ഷനാണ്. മൈ വോയിസ് ട്രൈ ടു ഫൈൻഡ് ദ വിൻഡ് ടു ടച്ച് ഹെർ ഹിയറിങ്. അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഈ നൈരാശ്യത്തോടു കൂടിയിട്ട് ഈ പറയുന്ന വാക്കുകൾ അത് അവളുടെ കാതുകളിൽ എത്തിയിരുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഹി ഹാവ് ട്രൈഡ് ടു ഫൈൻഡ് ദ വിൻഡ് ടു ടച്ച് ഹെർ ഹിയറിങ് ടു മേക്ക് ഹെർ ലിസൺ ടു വാട്ട് ഹീ സെയിങ്. എന്ന് അദ്ദേഹം പറയുന്നു, അനദേഴ്സ് ഷീ വിൽ ബി അനദേഴ്സ്. ഇനി അവൾ അപ്പം മേ ബി ഷീ ഈസ് ഗോയിങ് ടു ബി സംബഡീസ്, ഏതോ ഒരാളുടേതായി മാറാൻ പോകുന്നു. ഇദ്ദേഹത്തെ അവൾ വിട്ടുപോയിട്ടുണ്ട്, ഇനി അവൾ മറ്റൊരാളുടേതായി മാറാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷീ വിൽ ബി അനദേഴ്സ് ലൈക്ക് മൈ കിസ്സസ് ബിഫോർ. എൻ്റെ കിസ്സുകളെ പോലെ. ഇവിടെ ഒരു കംപ്ലീറ്റ് അല്ല അദ്ദേഹം പറയുന്നത് എന്തായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. ഇയാളെങ്ങനെയായിരുന്നോ അവളെ കിസ് ചെയ്തിരുന്നത്, ലൈക്ക് ഹൗ ഹി കിസ്ഡ് ഹെർ ബിഫോർ, സിമിലർലി സംവൺ എൽസ് വിൽ കിസ് ഹെർ. അതുപോലെ മറ്റൊരാൾ അവളെ കിസ് ചെയ്യും എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹെർ വോയിസ്, ഹെർ ബ്രൈറ്റ് ബോഡി ആൻഡ് ഹെർ ഇൻഫിനിറ്റ് ഐസ്, എവറിത്തിങ്. അവളുടെ ശബ്ദവും അവളുടെ ശരീരവും അവളുടെ ഇൻഫിനിറ്റ് അറ്റമില്ലാത്ത കണ്ണുകളുമെല്ലാം ഇനി മറ്റൊരാളുടേതാകാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഐ നോ ലോങ്ങർ ലവ് ഹെർ, സെയിം.
the repetition you can see. I no longer love her, that's certain. ബട്ട് മേ ബി ഐ ലവ് ഹർ. ഓക്കെ സോറി, ഞാൻ തൊട്ട് മുന്നേ ഇവിടെ പറഞ്ഞത് ഇവിടെ ആയിരുന്നു പറയേണ്ടിയിരുന്നു കേട്ടോ. ഇവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഐ ലവ്, ഇവിടെ കോൺട്രഡിക്ഷൻ ഇല്ല കേട്ടോ. സോറി, ഞാൻ കഴിഞ്ഞ ലൈനിൽ പറഞ്ഞ ഇവിടെ കോൺട്രഡിക്ഷൻ ഇല്ല. കാരണം ഐ നോ ലോങ്ങർ ലവ് ഹർ ബട്ട് ഐ ലവ്ഡ് ഹെർ എന്നാണ്. പ്രണയിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ പ്രണയിക്കുന്നില്ല. അവിടെ നോ പ്രോബ്ലം. ഇവിടെയാണ് കോൺട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇഷ്യൂ ഇല്ല, നോ പ്രോബ്ലം. ഓക്കെ, ഐ നോ ലോങ്ങർ ലവ് ഹർ ദാറ്റ്സ് എ ടൈം ബട്ട് മേ ബി ഐ ലവ് ഹർ. പക്ഷേ ഒരു പക്ഷേ ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടാവും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ വരുന്നത്. അദ്ദേഹം പറയുന്നു ഞാനിപ്പോൾ അവളെ പ്രണയിക്കുന്നില്ല, ദാറ്റ് സർട്ടൻ ഉറപ്പാണ്, പക്ഷേ ഞാൻ അയാളെ ഒരു പക്ഷേ പ്രണയിക്കുന്നുണ്ടാവാം. അതാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കുന്ന വരി. ഓക്കെ, then അദ്ദേഹം പറയുന്നു ലവ് ഈസ് സോ ഷോർട്ട്, ഫൊഗറ്റിംഗ് ഈസ് സോ ലോങ്. പ്രണയം വളരെ ഷോർട്ടാണ്. കാരണം പ്രണയിക്കുന്ന സമയത്ത് പ്രണയിക്കുക എന്നുള്ളത് നമുക്ക് സമയം പോകുന്നത് അറിയില്ല. സോ അതുകൊണ്ട് നമുക്ക് ഷോർട്ടായി തോന്നിയേക്കാം. ലൈഫ് ഈസ് സോ ഷോർട്ട് ബട്ട് ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ്. ബട്ട് ടു ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്, അത് അത്ര ഈസി അല്ല, അത് ഹാർഡാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. ടു ഫോർഗെറ്റ് സമ്മൺ ദാറ്റ് യു ലവ്ഡ്. ഓക്കെ, പ്രണയിച്ച ഒരാളെ മറക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ലവ് ഈസ് സോ ഷോർട്ട്, ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ്. ബിക്കോസ് through nights like this one, I held her in my arms. My soul is not satisfied that it has lost her. So he says that കാരണം ഈ അദ്ദേഹം പ്രണയിച്ച ദ നൈറ്റ്സ് ലൈക്ക് ദിസ് വൺ, അദ്ദേഹത്തിൻ്റെ അവളെ കയ്യിലെടുത്തിരുന്ന ആ രാത്രിയുണ്ട്. ആ രാത്രി എല്ലാ സമയത്തും അവളുടെ ഓർമ്മകൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ് അയാളിലേക്ക്. ദ നൈറ്റ് ലൈക്ക് ദിസ് ഓൾവേസ് ബ്രിങ്സ് ഹർ മെമ്മറീസ് ബാക്ക്. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോർഗെറ്റിംഗ് ഒരു ഡിഫിക്കൽട്ടായി മാറുന്നത്. അണ്ടർസ്റ്റാൻഡ്? ദ നൈറ്റ്സ് ലൈക്ക് ദിസ് വൺ ഐ ഹെൽഡ് ഹർ ഇൻ മൈ ആംസ്. മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഹർ. അവളെ നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ആത്മാവ് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മകൾ വീണ്ടും വീണ്ടും മൈൻഡിലേക്ക് വരുന്നത് കൊണ്ട് ദിസ് ഫോർഗെറ്റിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അണ്ടർസ്റ്റാൻഡ്? Though this be the last pain that she makes me suffer, and these the last verses that I write for her. അവളെ മറക്കാൻ പ്രയാസമാണ്. എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നു ഇത് ഒരു പക്ഷേ ഇതായിരിക്കാം അവസാനത്തെ വേദന, അവൾ എന്നെ വേദനിപ്പിക്കുന്ന. ഇനി അവളെക്കുറിച്ച് ഓർത്ത് ഇദ്ദേഹം വേദനിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് വിൽ ബി ദ ലാസ്റ്റ് പെയിൻ ദാറ്റ് ഷീ മേക്സ് മീ സഫർ. എന്നെ സഫർ ചെയ്യിപ്പിക്കുന്ന അവസാനത്തെ വേദനയായിരിക്കും ഒരു പക്ഷേ ഇത്. ആൻഡ് ദീസ് ലാസ്റ്റ് വേഴ്സസ് ദാറ്റ് ഐ റൈറ്റ് ഫോർ ഹർ. ഞാൻ അവൾക്ക് വേണ്ടി എഴുതുന്ന ഏറ്റവും അവസാനത്തെ വരിയുമാകും ഇത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹം അവളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല. അവളെ എന്നേക്കുമായി മറക്കാൻ പോവുകയാണ്. ആൻഡ് ഹീ വിൽ ബി കമ്മിങ് ബാക്ക് ടു ഹിസ് നോർമൽ ലൈഫ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഐ ഹോപ്പ് you enjoyed and you understood this. Thank you for watching.